നമ്മളൊരു ഫസ്റ്റ് മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് കാണിക്കാന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാണിച്ചത് അങ്ങനെയാ. ഇതാണോ ഞാൻ, കഥയൊന്നും ആദ്യം പറഞ്ഞു തന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ അങ്ങനെ പോയതായിരുന്നു. ആ ഒരു മേക്കപ്പും ആ ഒരു ക്യാരക്ടറായിട്ട് എങ്ങനെ കോപ്പ് ചെയ്തത്? വേറൊരു വഴിയില്ലല്ലോ, എന്ത് ചെയ്യാനോ, നമ്മൾ ഫസ്റ്റ് അല്ലേ, എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ +1 കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഒന്നും അറിയില്ല നമുക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം. ആൾക്കാർ വന്ന് ചോദിക്കൂലേ ഹീറോയിൻ ഏതാന്ന്, അപ്പൊ ദിലീപേട്ടൻ കാണിച്ചു കൊടുക്കും ഇതാണ് കുട്ടീന്ന്. അപ്പൊ ആൾക്കാർ ഒരു പുച്ഛഭാവത്തില് ഇതോ ഹീറോയിനോ എന്ന് പറഞ്ഞ് പോണൊരവസ്ഥ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര മോശമായ അവസ്ഥയായിരുന്നു. അതിനകത്ത് മറ്റേ ലാംഗ്വേജ് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു തരം ഭാഷ, അത് എവിടുന്ന് പഠിച്ചു ചേച്ചി? കുറച്ച് ഞാൻ സ്വന്തം, കുറച്ചല്ല, കുറെയൊക്കെ എന്റെ സ്വന്തം ഭാഷ തന്നെയായിരുന്നു. പിന്നെ അതില് ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ, പുള്ളിക്കാരനും കൂടെ എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളതായിട്ടുള്ള ഒരു ടീം വർക്കാണ്. അപ്പം ചേച്ചിയുടെ സ്വന്തം ലാംഗ്വേജിൽ നിന്ന് ഉണ്ടാക്കിയ ആ കുറച്ചൊരു ഡയലോഗ് ആക്ച്വലി ഞാൻ മറന്നുപോയി. കുറെ 15 വർഷം മുമ്പേ നമ്മൾ പഠിച്ച കാര്യം ചോദിച്ചാൽ ഓർമ്മയുണ്ടാവോ? പക്ഷെ എന്തൊക്കെയോ കുറച്ച് ഓർമ്മയുണ്ട് കേട്ടോ. മാത്തിബല്ലോ ബിഖുറാനി അന്തനി ബാഗ്ര അതിനെ നാമുൻഷി അങ്ങനെ എന്തൊക്കെയോ. അതെന്താണ് സംഭവം എനിക്കും അറിയില്ല. അപ്പം വന്നതങ്ങ് അത് ആക്ച്വലി എന്തോ ഒരു ഭാഷയാണ്. അന്ന് ഞങ്ങൾ കോളേജിലൊക്കെ സംസാരിക്കുന്നതാ ഈ ഭാഷയോ. ഈ ഭാഷ. പക്ഷെ അതെന്താണെന്ന് അന്ന് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അതൊക്കെ മറന്നുപോയി. പിന്നെ എക്സ്ക്യൂസ് മീ ഏത് കോളേജിൽ അതൊക്കെ തിരിച്ചിട്ടിട്ട് മിസ്കുസ്കെ ലാജിലേക്ക് ലോജിലേക്ക് നോന്യ മിമ മിമ അങ്ങനെയൊക്കെയാണ് അതിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ കോ ആക്ടേഴ്സ് ദിലീപേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, അവരൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതാണ് ഇന്നത്തെ സിനിമ അന്നത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം. ഇന്നിപ്പോ നമ്മൾ കഴിയുന്നു, ഷോട്ട് കഴിയുന്നു, നമ്മൾ കാരവനിൽ പോയിരിക്കുന്നു. പക്ഷെ അന്ന് അങ്ങനെയല്ല, നമ്മൾ ഷോട്ട് എവിടെ കഴിയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. മെയിൻ ആയിട്ട് അന്നൊരു ബസ്സായിരുന്നു. പറപ്പുനളികൽ ഒരു ബസ്സാണെങ്കിൽ ഇതിലൊരു പള്ളിയാണ്. എനിക്ക് രണ്ടും ഏകദേശം കുറെ കാര്യങ്ങൾ ഒരുപോലെയാണ് വന്നേക്കുന്നത്. അതിലൊരു ബസ്, അതിലെപ്പോഴും ആ ബസ്സിൽ തന്നെയാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഇതില് പള്ളിയിലാണ്. പിന്നെ അതിന് ഡയറക്ടർ താഹക്കയായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ ചീത്ത പറയില്ല, ഒന്നും പറയാത്ത. പക്ഷെ ജോണി ചേട്ടൻ ഭയങ്കര ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ, അസോസിയേറ്റ്. അതേപോലെയാണ് ഇതിൽ അനിലേട്ടൻ. അത് ഭയങ്കര കൂളായിട്ടുള്ള ഡയറക്ടറായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ ഒരേപോലെയാണ് രണ്ട് സിനിമയിലും. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഈ പറക്കും തലയിൽ ഉണ്ടായ ഫണ്ണി എക്സ്പീരിയൻസ്, പണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഫണ്ണി എക്സ്പീരിയൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എന്നാ പറ. ഒന്ന് പറയാട്ടോ. അത് രാത്രി ഫുള്ള് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കിടന്നുകൊണ്ടിരിക്കുക. അവിടെ ഫൈറ്റ് സീൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഏതോ ഒരൊറ്റ സീനേ എനിക്കുള്ളൂ ജസ്റ്റ് പാസ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ, കാരവനൊന്നുമില്ല. നമ്മൾ അവിടെ ഒരു വീടുണ്ട്, അവിടെ എന്തോ ഒരു ചെറിയ പായ കെട്ടിയിട്ടുണ്ട്, അതിൽ കിടക്കുവാണ് നമ്മള്. അപ്പം ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ, എന്തോ പാസ് ചെയ്യുന്ന ഷോട്ടേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ചോദിക്കും എന്റേതായോ. അതിന്റെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, മാഫിയ ശശി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആളെന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഒരു മേലെ ഒരു സ്ഥലം, ഒരു സ്റ്റേജ് പോലത്തെ, അവിടുന്ന് താഴേക്ക് ചാടണം. അപ്പൊ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ ഏകദേശം അപ്പോഴേക്ക് ഷോർട്ട് ആവുന്നു. എനിക്കറിയില്ല, ഞാൻ മേലെ പോകുന്നു, താഴേക്ക് ചാടുന്നു.